യെല്ലോ ക്യാബിന്ന് ഓപ്പൺ ആയി ക്യാബിന് തുടങ്ങിയിട്ട് നേരെ പോകുന്ന എയർപോർട്ടിലേക്കാണ്. ചങ്ങായി ഇവിടെ നിങ്ങൾ കണ്ടത് പകലുമായിട്ടുള്ള പോയ കാഴ്ചയായിരുന്നു. ഇപ്പം നമ്മളുള്ളത് നൈറ്റാണ് കേട്ടോ. ഇപ്പം നെസിയൊന്നാ കയറിയത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 ബോഗിയുള്ള ട്രെയിനിലാണ് കയറിയത്. ഇപ്പം നമ്മൾ 4 ബോഗിയുള്ള ട്രെയിനിലാണ് ഉള്ളത് കേട്ടോ. 4 ബോഗിയുള്ള ട്രെയിൻ ലോങ് ആണെന്നില്ല, 4 ബോഗിയുള്ള ട്രെയിനായിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടത് കയറിയത് 2 ബോഗിയുള്ള ട്രെയിനാണ്. ഇപ്പം 4 ബോഗി. നെസിന്ന് കയറിയത് ക്യാബിലേക്കാണ് പോകുന്നത്. വെള്ളിയാഴ്ച അതുകൊണ്ട് നല്ല തിരക്കുണ്ട്, ലീവല്ല, അതുകൊണ്ട് നല്ല ആൾക്കാരുണ്ട്. ഇവിടുന്ന് വണ്ടി വിടുമ്പോൾ തന്നെ ഫുള്ളായത്, സീറ്റെല്ലാം ഫുള്ളായിരുന്നു, സീറ്റ് കാലിയൊന്നുമില്ല. അങ്ങനെ അടുത്ത സ്റ്റേഷനെത്തി. ഫാമിലിക്ക് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, പറഞ്ഞ ഡോറുണ്ട്, പക്ഷെ എന്നാലും ഇതിലേക്ക് തന്നെ കയറുന്നുണ്ട് എല്ലാവരും. സ്റ്റേഷനിൽ നിന്ന് വണ്ടി വിട്ട് നല്ല സ്പീഡ് ഉണ്ട്, വണ്ടി എടുത്തോടെ നല്ല സ്പീഡാക്കി വന്നു. രാത്രിയാണ് നല്ല രസമുണ്ട്, നല്ല വൈബാകട്ടെ. പക്ഷേ ക്യാമറത്ത് ക്ലിയറാകുന്നില്ലാന്നേ ഉള്ളൂ. അടുത്ത തന്നെ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ 3ാമത്തെ സ്റ്റേഷനിൽ ഇപ്പോൾ വണ്ടി വിട്ടത്. ഇവിടെ നല്ല ആൾക്കാർ കയറി കേട്ടോ, നല്ല അടിപൊളി സ്റ്റേഷനായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ, നല്ല തിരക്കാച്ചാൽ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ നസീമെന്ന് വിട്ടത്, നസീമിൽ തന്നെ 2 സ്റ്റോപ്പുണ്ട് കേട്ടോ. നസീമിൽ കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പുറത്തിട്ട് നസീം ഇപ്പോൾ പിന്നെ ഗർനാഥ എന്ന സ്റ്റോപ്പിലായി നിർത്തിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായി. ഇപ്പോൾ ഇത് കിങ് അബ്ദുള്ള ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട് എന്ന സ്റ്റോപ്പിലേക്ക് പോകുന്നത്, KFD പോകുന്നുണ്ട്. അത് കാഴ്ചകൾ കാണാം. ഗർനാഥയിലുള്ള ഹിൽട്ടൺ ഹോട്ടലാണ് കാണുന്നത്. അങ്ങനെ വീണ്ടും ഒരു സ്റ്റോപ്പെത്തി. ഈ വണ്ടി ഇപ്പോൾ നേരെ പോകുന്നത് നസീമിലേക്കാണ്. KFDന്ന് വരുന്ന ട്രെയിനാണ്. അപ്പോൾ നസീമിലേക്ക് പോയിക്കൊണ്ടുള്ളതാണ്. നമ്മൾ KFDയിലേക്ക് പോയിക്കൊണ്ടുള്ളത്. ഇത് വലിയൊരു സ്റ്റേഷനാണ്, നല്ല അടിപൊളി സ്റ്റേഷൻ, നല്ല വൈബ്, നല്ല ലൈറ്റും കാര്യങ്ങൾ, നല്ല വൈബാണ്. അങ്ങനെ അവസാനം KFD സ്റ്റേഷൻ എത്താനായിട്ടാണ്. ലൈന് മാറുന്നുണ്ട്, ട്രാക്ക് മാറുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മറ്റേ സൗണ്ടിൽ കേൾക്കാൻ തുടങ്ങി ട്രെയിനിൻ്റെ. ഇപ്പോൾ KFD സ്റ്റേഷൻ എത്താറായി. KFD സ്റ്റേഷൻ എത്തി. കിങ് അബ്ദുള്ള ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട് സ്റ്റേഷൻ എത്തി. നല്ല റഷ് കേട്ടോ, ഭയങ്കരമാണ്. ഇപ്പോൾ പിന്നെ ഈ ട്രെയിൻ കയറാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത്. ഒരുപാട് ആൾക്കാർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചില്ല. നല്ല റഷ് തന്നെ, റഷ് ഉണ്ടോ? നല്ല റഷാണ്, ഒരു രക്ഷയില്ല മക്കളെ, തിരക്കണ്ടില്ല. റഷ് ഉണ്ടോ ബാക്കോട്ട്? നസീമിലേക്ക് പോകാൻ പറ്റാൻ നല്ല റഷ് കേട്ടോ. നസീമിലേക്ക് ഇപ്പോൾ നമ്മൾ കിങ് അബ്ദുള്ള ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട്, അത് KFDയിലേക്ക് ഉള്ളത്. ഇപ്പോൾ നസീമിലേക്ക് പോകാൻ പറ്റിയ ട്രെയിൻ ഭയങ്കര റഷാണ്. നമ്മളിപ്പോൾ മേലേക്ക് വന്നിട്ടുള്ളത്, മേലെ ഇപ്പോൾ ഈ മൻഫ, അതായത് ഈ 10ാമത് പോകുന്ന സ്ഥലം മൻഫുവിലേക്ക് പോകണമെങ്കിൽ മേലേക്ക് വരണം. മേലെ സ്റ്റേഷനാണ് പോകേണ്ടത്. ദാറുൽ ബൈദ എന്ന് പറയുന്ന മേലേക്കാണ്. മേലെ വെച്ച് ദാറുൽ ബൈദ സ്റ്റേഷൻ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ അതായത് മൻഫ, അതായത് 10 കഴിഞ്ഞിട്ടുള്ള അപ്പുറം, 10ലേക്കുള്ള ഓപ്പൺ ആയിട്ടില്ല. ഇത് 10 കഴിഞ്ഞിട്ടുള്ളത് അപ്പുറമുള്ള സ്റ്റേഷനാണ് ദാറുൽ ബൈദ, അതായത് മൻഫാൻ്റെ ഭാഗത്ത്. ഇതിപ്പോൾ താഴേക്ക് നസീം, ഇപ്പം നമ്മൾ നസീമിൻ്റെ റൂട്ട് നമ്മൾ ഇറങ്ങി വന്നത്. ഇപ്പോൾ മേലേക്ക് സാബ് ബാങ്ക് അങ്ങോട്ടേക്ക് പോകുന്ന റൂട്ട് മേലെ നമുക്ക് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നസീമിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഉള്ളത് ഈ സ്റ്റേഷൻ്റെ പൊസിഷനാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഒരു സ്റ്റേഷൻ ഇപ്പോൾ പ്ലാറ്റ്ഫോം, അതായത് ഇത് പ്ലാറ്റ്ഫോം, ഒരു കൺസൽ ലെവല്, അതായത് അതായത് ട്രെയിൻ വരുന്ന ലൈന്, അങ്ങനെ ഓരോന്നോരോന്ന് കൊടുത്തിട്ടുള്ളത്. താഴത്തുള്ളത് പിന്നെ അത് പ്ലാറ്റ്ഫോം, കാർ പാർക്കിംഗ് എന്തായാലും കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ട്രെയിനിൻ്റെ ഓരോ റൂട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവർ മാറിക്കഴിഞ്ഞാൽ നമുക്കത് ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഇത് കുറേ സമയം ഇവർ മാറുന്നില്ല. ഞങ്ങൾക്കുള്ളത് അബ്ദുള്ള ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വന്നത് എവിടെയെന്ന് വെച്ചാൽ ഇപ്പോൾ നസീമെന്നാണ് വന്നത്, അതായത് നസീമെന്ന്. ഈ നസീമെന്ന് നമ്മൾ പറഞ്ഞത്, നസീം ഇപ്പോൾ ഈ കാണുന്നില്ല ഈ പർപ്പിൾ കളർ, ഈ പർപ്പിളിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ കിങ് അബ്ദുള്ള ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് സാബ്, ഇപ്പോൾ ഈ ലൈൻ ഉണ്ടല്ലോ ഇപ്പോൾ മേലെ നേരത്തെ കാണിച്ചത്, അത് സാബ്, അതായത് സാബ് എന്ന് ഇപ്പോൾ കിങ് ഫയദ് വന്നിട്ട് കിങ് ഫയദ് അല്ല, കിങ് അബ്ദുള്ള ഫൈനാൻഷ്യൽ ഇപ്പോൾ KFD വന്നിട്ട് ഇപ്പോൾ നേരെ പോകുന്നത് ഈ മൻഫ അസീസിയ ഭാഗത്ത്, അതായത് ദാറുൽ ബദിയ. ഈ ദാറുൽ ബദിയ വെച്ചാൽ അസീസിയ, അതായത് മൻഫ എന്ന സ്ഥലം. പക്ഷേ 10ലേക്കുള്ളത് ഗ്രീൻ ലൈനിലാണ്. ഈ 10ലെ ഗ്രീൻ ലൈനിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. ജനുവരി 5 ഓപ്പൺ ആവും. ജനുവരി 5 എല്ലാം ഓപ്പൺ ആവും കേട്ടോ. ഇത് കൂടാതെ ഇപ്പോൾ ഈ യെല്ലോ ലൈൻ ഉണ്ടല്ലോ, യെല്ലോ ലൈൻ KFDന്ന് ഓപ്പൺ ആയി, KFD തുടങ്ങിയിട്ട് നേരെ പോകുന്ന എയർപോർട്ടിലേക്ക് കേട്ടോ. അതായത് KFD അൽറാബി, പിന്നെ ഉസ്മാൻ അഫാൻ റോഡ്, സാബിക്ക്, പിന്നെ ഇങ്ങനെ പോയിട്ട് നേരെ എയർപോർട്ടാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇത് ഓരോ കളറാണ് കേട്ടോ, 6 കളറാണ്. ബ്ലൂ ലൈന്, റെഡ് ലൈന്, ഓറഞ്ച്, യെല്ലോ, ഗ്രീന്, പർപ്പിൾ. ഇപ്പോൾ ഇതിലിപ്പോൾ 3 ലൈൻ, ഇപ്പോൾ 2 ലൈനായി ഓപ്പൺ ആയിട്ടുള്ളത്. എല്ലാം ജനുവരി 5 എല്ലാം ഓപ്പൺ ആവും. ഇതാണ് ഇതിൻ്റെ കാഴ്ചകൾ.
ഭയങ്കര സെറ്റപ്പിലാണ് ഈ കാഫ്റ്റി സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല രസം, എല്ലാ സ്റ്റേഷനും തന്നെ നല്ല രസമല്ല, കാണാൻ നല്ല ഭംഗിയാണ്. ആ ട്രെയിൻ 4 ബോഗിയുള്ള ട്രെയിനാണ്. ഈ ദാറുൽ ബദിയയിൽ പോകുന്നതിൽ 4 ബോഗിയുള്ള ട്രെയിനാണ്. ഫുള്ളാണ് കേട്ടോ, ട്രെയിനൊക്കെ ഫുള്ള് ഭയങ്കര ശരി, വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഫുള്ളാണ്. ഏറ്റവും മേലെ കയറി കേട്ടോ, അതിൻ്റെ സ്ട്രക്ചറാണ് നല്ല അടിപൊളി വൈബല്ല, എന്താ രസമുണ്ട് അങ്ങനെ സെറ്റിങ് ഉണ്ടാക്കിയതല്ലേ. ഇപ്പോൾ താഴേക്ക് പോവാ, താഴത്തെ കാഴ്ചയെ കുറിച്ച് കാണാം. ഇതെല്ലാം ആളുണ്ട് കേട്ടോ, ഇത് ഫുള്ള് കറങ്ങാൻ വന്ന ആൾക്കാരാണ്, വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലീവല്ലേ. ഇല്ലെന്ന് ഫാമിലിയിലായിട്ട് കുട്ടികളെ കൂട്ടിയിട്ട് നല്ല ട്രെയിന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി എല്ലാവരും വന്നതാണ്. കൺട്രോൾ ചെയ്യാൻ വേണ്ടി എല്ലാ ഭാഗത്തും ആൾക്കാരുണ്ട്. ഒരാൾ വന്നിട്ട് അന്വേഷിക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നുണ്ട്. വലിയ ഷോപ്പിംഗ് മോളിൽ കയറുന്ന പോലെയാണുള്ളത്. നല്ല സെറ്റപ്പ്, നല്ല സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റേഷൻ. ക്ലീനിങ് ഉണ്ട് കേട്ടോ, ഫുള്ള് ക്ലീനിങ്. ഇത് സാബ് ഇങ്ങോട്ടേക്ക് പോകുന്ന സെക്ഷനാണ്, സാബ് ബാങ്കിൻ്റെ റൂട്ടാണ് ആ പോകുന്നത്. ഇത് നമ്മൾ നസീമിലേക്ക് താഴേക്ക് ഇറങ്ങുന്നത്. നസീമിലേക്ക് നമ്മൾ വന്ന റൂട്ടല്ല, അവിടത്തേക്ക് പോകണമെങ്കിൽ താഴേക്ക് ഇറങ്ങണം നസീമിലേക്ക്. നമ്മൾ നസീമിലേക്ക് തന്നെ തിരിച്ചു പോകാം. വേറെ പ്രത്യേകിച്ച് ട്രെയിനിൽ ഡ്രൈവറില്ല കേട്ടോ. ഡ്രൈവറില്ലാത്ത, അതായത് ലോകത്ത് ആദ്യമായിട്ടാണ് ഇത്രയും ദൈർഘ്യമുള്ള 172 കിലോമീറ്റർ ദൂരമുള്ള മെട്രോ ട്രെയിൻ, ഡ്രൈവറില്ലാത്ത മെട്രോ ട്രെയിൻ. അത് റിയാദ് മെട്രോ ആണ്. പാകിസ്ഥാനികളും ഇന്ത്യക്കാരും സൗദികളും ബംഗ്ലാദേശുകാരും എല്ലാ നാട്ടുകാരും ഉണ്ട് കേട്ടോ. സൗദികളും ഇന്ത്യക്കാരും എല്ലാം മിക്സ് ആയിട്ടൊന്നും പോകുന്നില്ല. ഇങ്ങനെ മുമ്പത്തെ പോലെ മറയും കാര്യമൊന്നും ഇല്ല. പണ്ടൊക്കെ ആണെങ്കിൽ പെണ്ണുങ്ങളെ അടുത്തുനിന്ന് ആണുങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, എല്ലാവരും ഒന്നിച്ച് തന്നെ കയറുന്നുണ്ട്. പെണ്ണുങ്ങളും ആണുങ്ങളെല്ലാം ഒന്നിച്ച് തന്നെ കയറുന്നുണ്ട്. ഇത് ഫസ്റ്റ് ക്ലാസ്സാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ എല്ലാം നോർമലായിട്ട് എല്ലാവരും കയറുന്നുണ്ട്. ഇപ്പം ഞാനും വന്നത് ഫസ്റ്റ് ക്ലാസ്സിലാണ് വന്നത്. ഇത് മൊത്തത്തിൽ 85 സ്റ്റേഷനാണ് മൊത്തത്തിലുള്ള കേട്ടോ. 172 കിലോമീറ്ററിൽ മൊത്തത്തിലുള്ളത് 85 സ്റ്റേഷനാണ്. അതിൽ 25 സ്റ്റേഷനാണ് ഫസ്റ്റ് ഓപ്പണായത്. ഇനി ഡിസംബർ 15 ആകുമ്പോൾ 15 സ്റ്റേഷൻ ഓപ്പണായി. ഇനി ബാക്കിയുള്ള മൊത്തം സ്റ്റേഷന് ജനുവരി 5 ആകുമ്പോൾ എല്ലാം ഓപ്പണാവും. ഏതായാലും നമുക്ക് തിരിച്ചു പോകാം, നസീമിലേക്ക് പോവാം. നസീമിലെ ട്രെയിൻ എത്തിയിട്ടാ, അതേ ട്രെയിൻ കയറി നസീമിലേക്ക് പോകുന്നുണ്ട്. നല്ല തിരക്കട്ടാ, നല്ല തിരക്കാണ്. ഇത് സ്റ്റേഷൻ്റെ ഫോട്ടോ കാണിക്കും, അതിൻ്റെ പേര് എഴുതിയിട്ട് കാണിക്കും. സ്റ്റേഷൻ്റെ ഫോട്ടോ ഉണ്ടല്ലേ, അതിന് ദിവസം സ്റ്റേഷൻ എത്തി. അങ്ങനെ ചങ്ങന്മാരെ നസീമിലേക്ക് തിരിച്ചെത്തി. നസീമിൽ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഇപ്പോൾ. നസീമിലേക്ക് തിരിച്ചെത്തി. ഇപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പകലുള്ള എക്സ്പ്ലോർ ചെയ്തത്, അതായത് റിയാദ് മെട്രോൻ്റെ പകലുള്ള എക്സ്പ്ലോർ ചെയ്ത്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് റിയാദ് മെട്രോയുടെ രാത്രിയുള്ള എക്സ്പ്ലോറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇത് ലാസ്റ്റ് സ്റ്റേഷൻ ആട്ടോ, നസീമിൻ്റെ ലാസ്റ്റ് സ്റ്റേഷൻ. പിന്നെ അത് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ ടിക്കറ്റ് കാർഡുണ്ട് ബത്താക്ക് വേണ്ടത്. അതായത് ബത്താക്ക് എടുക്കണമെന്ന് വെച്ചാൽ ബത്താക്ക് ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ അതിൻ്റെ മെഷീൻ ഉണ്ട്, ബത്താക്ക് കൗണ്ടറുണ്ട്, ATM, അതായത് ID കാർഡ്. ഈ ID കാർഡ് നമ്മൾ 10 റിയാലാണ് തന്നിട്ട്. നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് 15 റിയാൽ കൊടുക്കണം. 15 റിയാൽ വെച്ചാൽ 5 റിയാലിൽ ബാലൻസ് ഉണ്ടാവും. 15 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ 5 റിയാൽ ബാലൻസ് ഉണ്ടാവും. 10 റിയാൽ കാർഡിൻ്റെ ചാർജാണ്. പിന്നെ അതായിട്ട് നമുക്ക് അതിൽ പിന്നെ അതിൽ കൂടുതൽ വേണം ആഡ് ചെയ്യാം. 5 റിയാലോ 10 റിയാലോ 20 റിയാൽ എത്ര വേണമെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യാം. അത് ഓരോ പ്രാവശ്യം പോകുന്ന സമയത്ത് അതിൽ കട്ടാവും. നമ്മളിപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഇതിൽ എൻട്രൻസ് കയറുന്ന സമയത്ത് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം അവിടെ ആഡ് ആവും. പിന്നെ നമ്മൾ എപ്പോഴാണ് എത്ര മണിക്കൂറായിട്ടാണ് അത് എക്സിറ്റാണ് ആ ടൈം കണക്കാക്കിയിട്ടാണ് നമ്മളിത് പൈസ കട്ടാൽ. ഞാൻ പിന്നെ വീഡിയോയിൽ കഴിഞ്ഞതിൽ ഞാൻ സ്കാനിൽ കാണിച്ചില്ല. കഴിഞ്ഞ സ്കാനിൽ ഞാൻ പോയ സമയത്ത് സ്കാൻ ചെയ്തിട്ട് പിന്നെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് സ്കാൻ ചെയ്തു. അപ്പം ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇറങ്ങിയത്. പക്ഷെ അപ്പോൾ പൈസ കട്ടായില്ല കേട്ടോ, അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടായില്ല. പിറ്റേ ദിവസം രാവിലെയാണ് അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടായത്. പിറ്റേ ദിവസം രാവിലെയാണ് അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടായത് 4 റിയാൽ. അതായത് 2 മണിക്കൂറിനുള്ളിൽ. 2 മണിക്കൂർ കൂടുതലായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പൈസ കട്ടാവും. എത്ര മണിക്കൂറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത്ര മണിക്കൂർ. പിന്നെ കാർഡ് എടുത്ത ആൾ ഉപകാരം വെച്ചാൽ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക്, അതായത് ഓരോ മെട്രോ സ്റ്റേഷൻ്റെ അതിന് കണക്ട് ആക്കിയിട്ട് ബസ് ഉണ്ട്. അപ്പോൾ ബസ് സർവീസിലും ഇതേ കാർഡിന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ അതായത് നമുക്ക് 2 മണിക്കൂറാണ് നമുക്ക് ഇതിപ്പോൾ 2 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ട്രെയിനിൽ ഇറങ്ങുന്നതെങ്കിൽ ആ പിന്നെ ബസ്സിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ബസ് ട്രെയിനിൽ എക്സിറ്റ് ഇറങ്ങിയിട്ട് ബസ്സിൽ കയറുമ്പോൾ ബസ്സിൽ ഈ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ ആ 2 മണിക്കൂറിനകത്താണെങ്കിൽ അതേ 4 റിയാലേ കട്ടാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നമുക്ക് അതിൻ്റെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതാട്ടോ സ്കാൻ ചെയ്യുന്നത്. ഇത് നമ്മളിപ്പോൾ എക്സിറ്റ് ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ സ്കാൻ ചെയ്യാൻ വേണ്ടി ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്കൂറാണ് ഉപയോഗിച്ചെന്നുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ആ പൈസയുടെ കട്ടാവും. പൈസ ഇപ്പോൾ കട്ടാവില്ല, ചിലപ്പോൾ നാളെ രാവിലേക്ക് കട്ടാല്. ഈ കാണുന്ന കേട്ടോ ബസ് സ്റ്റോപ്പ്, ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ടാവും.
നമ്മളിപ്പോൾ ഇറങ്ങിയ സ്റ്റേഷൻ അതാ കാണുന്ന സ്റ്റേഷൻ. നമ്മളിപ്പോൾ ഇറങ്ങിയ സ്റ്റേഷന് അതിന് തൊട്ടിപ്പോൾ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ബസ് സ്റ്റോപ്പ് അതിന് ആ സൈഡിലുണ്ട്. ഇങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട്, ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പ്. ലോക്ക് ചെയ്താ അവിടെ ടച്ച് ചെയ്യണം. ഇത് ടച്ച് ചെയ്താൽ ഓപ്പൺ ആവും. ഇത് നമുക്ക് ഇവിടെ കാർഡ് എടുക്കണമെങ്കിൽ ഇവിടെ എടുക്കാം. ഏത് പിന്നെ ഇത് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇംഗ്ലീഷ് വേണം, ഇംഗ്ലീഷ് ഇതായിട്ട് എടുക്കാം. ബൈ ന്യൂ കാർഡ് പത്രം അടിക്കണം കേട്ടോ. അതിന് പ്രസ് അതായത് കാർഡിൻ്റെ പിന്നെ ബാലൻസ് എത്ര വേണം, നമുക്ക് ടോപ്പപ്പ് എത്ര വേണമെന്നുള്ളത്. ഇതിൽ 50, 100, 200, 5, 10, 20 അങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് ഏത് വേണമെന്ന് വെച്ചാൽ ചെയ്യാം. 5 റിയാണെങ്കിൽ 5 അടിക്കുക. പിന്നെ ആഡ് ന്യൂ പാസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിതാ 3 ദിവസത്തേക്ക് 20 റിയാൽ, 7 ദിവസത്തേക്ക് 40 റിയാൽ, പിന്നെ 1 മാസത്തേക്ക് 140 റിയാലാണ്. ഇത് സെലക്ട് ആക്കാം. നമുക്ക് ഏതെങ്കിലും വെച്ചാൽ സെലക്ട് 20 അടിച്ചെടുക്കാം. എന്നുവെച്ചാൽ 25 റിയാലാവും. 3 ദിവസത്തേക്ക് മാസമാണ് 25 റിയാൽ. അതായത് 3 ദിവസത്തെ മാസം 20 റിയാൽ. പിന്നെ ഈ അതായത് കറണ്ട് ബാലൻസ് 5 റിയാലുണ്ടാവും. ടോട്ടൽ എമൗണ്ട് 35 റിയാലാവും. 10 റിയാൽ കാർഡിനും 25 റിയാൽ ബാലൻസും, അങ്ങനെ 35 റിയാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ